എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈശ്വരനിൽ എത്തിച്ചേരാനാണ്. ആദ്യം തന്നെ നിഷേധിക്കാമല്ലോ, അത് നിങ്ങളുടെ ആഗ്രഹം, എന്റെ ആഗ്രഹം എന്നല്ല. അല്ലെ, നിങ്ങളുടെ ആഗ്രഹം എന്താ? എന്റെ കക്ഷി അധികാരത്തിൽ വരണം. ഇതൊക്കെ രണ്ടും ഒന്നാണ്. വാക്കുകളെ കൊണ്ടുള്ള ഒരു കളിയാണ്. മൂന്നാമത് എനിക്ക് കക്ഷി അധികാരത്തിൽ വരണമെന്നല്ല, ഈശ്വരനിൽ എത്തണമെന്നല്ല. ഇന്ന പോലൊരു കേസ് ഉണ്ട്, ആ കേസ് സുപ്രീം കോടതി കൂടി ചെയ്യുന്നത്. ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെയാണ്. ഒരു നിമിഷം പോലും തർക്കിച്ചിട്ട് വേസ്റ്റ് ആക്കട്ടെ. നാം പറഞ്ഞ തന്നെ വേറൊരാൾ പറയണു, വേറെ രീതിയിൽ പറയണു. എന്ത് കാര്യത്തിനെ തർക്കിക്കുന്നു? സംഭവം അതന്നെ. എന്റെ ലക്ഷ്യമാവുന്നതല്ല. എന്താണ്? അയാൾ വിസ്തരിച്ച് അവസാനം എന്താവും? ഒരേ കാര്യവും നവവിധ ഭക്തിയെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലത്തെ ഒന്നാമത്തെയാണ് ശ്രവണം. കേൾക്കുക. നാം സ്വയം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ആണ്. കേൾക്കുക. വലിയ ചെവി. വേറൊരാൾക്ക് പറയാനുള്ളത് കേൾക്കുക. ഈശ്വരനെ കുറിച്ച് ഒരാൾ പറയുകയാണോ? അതെ, കേൾക്കുക. ആ വ്യക്തിയുടെ അനുഭവങ്ങൾ അയാൾക്ക് വലുതല്ല. ഏതൊരാൾക്കും അവരുടെ അനുഭവം വലുതല്ലേ. ഈയിടെ ഒരു ഭക്തനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊന്നും ശാസ്ത്രീയല്ല. അയ്യോ, സാറിനെ പോലൊരാള് ഒരു കാര്യം പറഞ്ഞത് ശാസ്ത്രീയമല്ല. തെളിയിക്കപ്പെടാൻ കഴിഞ്ഞത് മാത്രമേ ശാസ്ത്രത്തിന്റെ പട്ടികപ്പെടുള്ളൂ. അതുകൊണ്ട് ലോകത്ത് 99% കാര്യം തെളിയിക്കപ്പെടാൻ പറ്റില്ല. ശാസ്ത്രീയല്ലാന്ന് ഇതിൽ വിളിച്ചോട്ടെ. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് ഇന്നത് തെളിയിക്കാൻ പറ്റാത്തതൊന്നും ഒക്കെ അശാസ്ത്രീയം. അലോപ്പതി ഡോക്ടർ പറഞ്ഞു ബാക്കിയൊക്കെ അശാസ്ത്രീയമാണ്. കറക്റ്റാ പറഞ്ഞത്. ഈ ഭൂമിയിൽ 99.25% കാര്യവും അങ്ങനെ തെളിയിക്കാൻ പറ്റുകയല്ല. ഇതുകൊണ്ട് ഇതുണ്ടായി, എങ്ങനെ ഉണ്ടായി പറ്റില്ല. അന്വേഷിച്ചു പിടിക്കും. ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ ശാസ്ത്രീയ, അതിനു മുമ്പ് ആകർഷണ ശക്തി അവിടെ ഉണ്ടായിരുന്നു. ശങ്കരാചാര്യര് പറഞ്ഞിട്ടുണ്ടല്ലോ ആകർഷണ ശക്തിയെ പറ്റി, ന്യൂട്ടൺ പറയുന്നതിനേക്കാളൊക്കെ മുമ്പ്. അപ്പൊ ശ്രമിക്കുക, ശ്രമിക്കുക, ശ്രമിക്കുക. വീണ്ടും ഈശ്വരനെ കുറിച്ച്. രണ്ടാമത്തെയാണ് കീർത്തനം. കീർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കീർത്തിക്കുകയാണ്. ഒരു കാര്യത്തെ നാം കീർത്തിക്കുമ്പോൾ അത് നമ്മളിൽ തന്നെ ഒന്ന് ഉറച്ചു വരും. നമ്മളിൽ തന്നെ. അതാണ് കീർത്തിക്കുന്നത്. ഇപ്പൊ ഒരു 6 അധ്യായം വരുന്ന ഒരു നോവലറ്റ് ഞാൻ എഴുതണം. 6 അധ്യായം ആകെ വരുള്ളൂ. അടുത്ത കൊല്ലത്തെ ഏതെങ്കിലും ഓണപ്പതിപ്പിലിക്കട്ടെ ഒരുമിച്ച് പബ്ലിഷ് ചെയ്യാനൊരു ഐഡിയ ഉണ്ട്. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ആയിട്ടില്ല. ഇന്നിപ്പോ ആരെങ്കിലും കാണാൻ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുമ്പോ ഞാൻ ഒന്ന് പറയും, എന്തിനേയും പറഞ്ഞത് മതി. എന്നിൽ തന്നെ അതൊന്ന് ഉറക്കാനാണ്. ഇതാണ് കീർത്തനം. അത് പറയുമ്പോ എനിക്കൊന്ന് ഓർഡറിൽ വരുന്നു, അത് ഗുണം ചെയ്യും. അതുപോലെ ഈശ്വരീയമായ കാര്യങ്ങൾ ശ്രവണത്തിന് ശേഷം കീർത്തനം വേണം. പിന്നെ
മരണം. അത് സ്മരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. ബുദ്ധി അതിനുള്ളതാണ്. പലപ്പോഴും എത്രയോ പേരോട് നമ്മൾ നന്ദി കാണിക്കണ്ടേ, എത്രയോ പേരോട് നമ്മൾ കാണിക്കുന്നു. ചില കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന ത്യാഗം കാണുന്നു. അങ്ങനെ വളർന്നവരല്ലേ നമ്മൾ, അതിന്റെ നന്ദി നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതുപോലൊക്കെ വികൃതി ഞാനും കാണിച്ചിട്ടുണ്ടാവില്ലേ? ഉറക്കം ഉണർന്ന ഉടനെ ഒരു കാര്യമില്ലാതെ കുറെ നേരം നിലവിളിക്കുക, അത് സഹിക്കണ്ട ഈ അച്ഛനമ്മയും. അവനവന്റെ കുട്ടി എണീറ്റ ഉടനെ 1 മണിക്കൂർ നിലവിളിക്കുക എന്നുള്ളത് അവന്റെ ഒരു സ്വഭാവം. സഹിക്കുക. അങ്ങനെ നമ്മളെ സഹിച്ചിട്ടല്ലേ നാം വളർന്നത്. ഈശ്വരന്റെ ഗുണങ്ങളെ സ്മരിക്കണം. പിന്നെയോ പാദസേവനം. നമ്മൾ നമസ്കരിക്കണം. ലജ്ജ കൂടാതെ വീണ് നമസ്കരിക്കണം. ദണ്ഡ നമസ്കാരം എന്നൊരു പദമുണ്ട്. ദണ്ഡം എന്ന് പറഞ്ഞാൽ വടി. സാധാരണ അർത്ഥമാണ്. ദണ്ഡ നമസ്കാരത്തിന് കുറേ അർത്ഥങ്ങളുണ്ട്. ആ വീട് നമസ്കരിക്കുന്നതിനെ പറ്റിയിട്ട് വലിയൊരു വിഷയമാണ്. പൊതുവെ ദണ്ഡ നമസ്കാരം, ഇന്ന ആളെ കണ്ടു ദണ്ഡ നമസ്കാരത്തിൽ ഒരു വടി, കുത്തനിൽക്കുന്ന വടി ഇങ്ങനെ അങ്ങോട്ട് വീണ പോലെ നമസ്കരിച്ചു എന്നാണ് ഇതിന്റെ ആദ്യത്തെ അർത്ഥം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. അർച്ചനം, അർച്ചിക്കണം, കൊടുക്കണം. നമുക്ക് കിട്ടേണ്ടത് എന്തോ നാം അങ്ങോട്ട് കൊടുക്കണം. അത് ബാങ്കിലെ ഉദാഹരണം പറയുമ്പോൾ തന്നെ ശരിയാവുള്ളൂ. ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കൊടുത്ത് അർച്ചിക്കണം. അപ്പൊ എന്തായി? പൈസ ഗൂഗിളിൽ കൊടുക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ കൊണ്ട് പൈസ കൊണ്ടുവരുന്നുണ്ട്. അർച്ചനം ആദ്യം വേണ്ട. ആ അർച്ചനം ജീവിതത്തിൽ വേണം. പഞ്ചഭൂതങ്ങൾക്ക് നമ്മൾ പറയുക അർച്ചിക്കണം, കൊടുക്കണം. അപ്പാണ് പഞ്ചഭൂതങ്ങൾ നമുക്കത് തരുന്നത്. വന്ദനം, അറിവിന്റെ മുമ്പിൽ തല കുനിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ തല കുനിക്കണം. തമാശയ്ക്ക് പോലും പറയരുത്. ഈശ്വരൻ വിചാരിച്ചാലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊരു ബലിതമാണെങ്കിൽ പോലും പറയരുത്. അങ്ങനെ അഹങ്കാരം പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്റെ സുഹൃത്താണ്. 2015 വരെ എന്നെ ഔട്ടാക്കാൻ ഈശ്വരൻ വിചാരിച്ചാലും പറ്റും പറഞ്ഞത്. ആളെ ഔട്ടായി 2010 തന്നെ. സത്യം, ഈശ്വരനുമായിട്ട് ചങ്ങാത്തം, പരിപൂർണ സമർപ്പണം, ആത്മനിവേദനം, നവവിധ ഭക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. എത്രയോ കാലമായിട്ട് ഋഷിമാർ നമുക്ക് പറഞ്ഞു വന്നു. ദൈവവിശ്വാസികളായവർക്കും അല്ലാത്തവർക്കും ഇത് ബാധകമാണ്. അല്ലാത്തവരും ഏതോ രീതിയിലൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭവിക്കുന്നു.